ശ്രീ ജേക്കബ് ജോർജ്, ഇന്നലെ ഉമ്മൻചാണ്ടി KM മാണിയെ വീട്ടിൽ പോയി കാണുകയുണ്ടായല്ലോ. ഇതിന് ശേഷവും പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KM മാണി. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അങ്ങോട്ട് ഇന്ന് ഒരു തരത്തിലുള്ള നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ചരൽക്കുന്നിന് മുൻപ് ഒരു സമവായത്തിനുള്ള സാധ്യതകൾ UDF തേടുമ്പോൾ അത് കോൺഗ്രസ് നേരിട്ടുള്ള ഒരു ഇടപാടായിരിക്കുമോ കാണാൻ പോകുന്നത്, അതോ ലീഗിനെ മുന്നിൽ നിർത്തിയായിരിക്കുമോ ഈ സമവായ സാധ്യതകൾ തേടുന്നത്? അല്ല, അങ്ങനെ KM മാണിയുമായിട്ട് ഒരു സമവായം കോൺഗ്രസിന് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഒരു വഴി ഉമ്മൻചാണ്ടി അല്ലാതെ വേറെ ആരുമല്ല. തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ട്. ഇപ്പം കഴിഞ്ഞ UDFൻ്റെ 94-95 കാലഘട്ടത്തിൽ കരുണാകരനെ മറിച്ചിടാൻ വേണ്ടി ഉമ്മൻചാണ്ടി രൂപം കൊടുത്ത ഒരു മുന്നണി സംവിധാനമാണിത് ഇപ്പോഴത്തത്. ആ സംവിധാനത്തിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും KM മാണിയുമാണ്. ആ ന്യൂക്ലിയസ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ UDFൻ്റെ നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി അല്ലാതായിരിക്കുന്നു. പകരം രമേശ് ചെന്നിത്തല വന്നിരിക്കുന്നു. അത് KM മാണിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ ഒരു കാര്യം കേരള കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമാണിത്. പലപ്പോഴും പറയാതെ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല UDFന്റെ ചെയർമാൻ പദവിയിൽ ഇരിക്കുന്നത് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന് സഹിക്കുന്നില്ല. അദ്ദേഹത്തെ മാറ്റണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് കേരള കോൺഗ്രസ് എം ഇപ്പോഴും. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ഏതായാലും KM മാണി തയ്യാറാവില്ല. അത് സമ്മതിക്കാനും KM മാണി തയ്യാറാവില്ല. പക്ഷെ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒരു പ്രയോഗം കൊണ്ടുവന്നിരുന്നത് ഈ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണെന്നാണ് UDF മുന്നണി. അപ്പോൾ അതിൻ്റെ അതൊരു തകർച്ചയെ നേരിട്ടിരിക്കുന്നു. ആ ന്യൂക്ലിയസ് തകർന്നിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ UDF നേതൃയോഗത്തിൽ KM മാണി ഫോൺ വിളിച്ചു ചോദിച്ചത് കന്റോൺമെൻറ്റ് ഹൗസിൽ തന്നെയാണല്ലോ മീറ്റിംഗ് എന്നാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് KM മാണി അങ്ങോട്ട് പോകാഞ്ഞത്. രമേശ് ചെന്നിത്തല താമസിക്കുന്ന കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് UDF യോഗത്തിന് പോകാൻ KM മാണി തയ്യാറായില്ല എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ ഈ അസ്വസ്ഥത വളരെ പ്രകടമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമവായം ഉണ്ടാക്കാൻ ആർക്ക് കഴിയും? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്കോ കുഞ്ഞാലിക്കുട്ടിക്കോ മാത്രമേ കഴിയൂ. രമേശ് ചെന്നിത്തലയ്ക്ക് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ആ സമവായം ഉണ്ടാക്കാൻ കോൺഗ്രസ് എന്ത് വില കൊടുക്കേണ്ടി വരും? തീർച്ചയായിട്ടും KM മാണി ആ ഒരു വിലയ്ക്ക് വേണ്ടിയായിരിക്കും നിൽക്കുന്നത്. അത് ഒരു പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതൊക്കെ വളരെ അവ്യക്തമാണ്. കൂടുതൽ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കാൻ സമയമായിട്ടില്ല. കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് KM മാണിയുടെ മനസ്സിലെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിനകത്ത് നേതൃമാറ്റമാണോ അതോ രമേശ് ചെന്നിത്തലയാണോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിൽ കാണുമായിരിക്കാം. വരും ദിവസങ്ങളിൽ അതിന് ഉത്തരം പറയും. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ തന്നെ KM മാണി ഒരു നീക്കം നടത്തിയിരുന്നുവല്ലോ, യുവജന നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട്. പരാതിയുമായി ഹൈക്കമാൻഡിന്റെ മുന്നിൽ യൂത്ത് ഫണ്ട് നേതാക്കൾ ചെല്ലുകയും ഉണ്ടായി. പക്ഷേ ആ പരാതിക്ക് കടലാസിന്റെ വില പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയില്ല. കോൺഗ്രസ് നേതാക്കളും അതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് കണ്ടത്. KM മാണിയുടെ നേരിട്ടുള്ള നീക്കം അല്ലെങ്കിൽ കൂടി യൂത്ത് ഫണ്ട് നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി തന്നെയായിരുന്നുവല്ലോ അത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. പക്ഷേ അവർ മിണ്ടാൻ പോയില്ല. അതെ, ഭരണത്തിലിരുന്നപ്പോൾ കേരള കോൺഗ്രസിനെ ഗൗനിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഇപ്പോൾ ജോസ് കെ മാണിക്കൊരു മന്ത്രിസ്ഥാനം, അതൊക്കെ കേന്ദ്രത്തിലൊക്കെ തയ്യാറായതാണ്, അവസാന ഘട്ടത്തിലും എത്തിയതാണ്. പക്ഷേ ഇവിടെ നിന്ന് ധാരാളം ഫാക്സ് സന്ദേശങ്ങൾ പോയത്രേ. അത് കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്നായിരുന്നു എന്നാണ് കേരള കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. അവസാനം കിട്ടാനുള്ള മന്ത്രിസ്ഥാനം ജോസ് കെ മാണിക്ക് കിട്ടിയില്ല. അപ്പോൾ പുതിയ ഗവൺമെൻറ് UPA വീണ്ടും വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ അവർ LDFിലേക്ക് പോകാനുള്ള മാർഗ്ഗങ്ങളൊക്കെ തെളിഞ്ഞതാണ്. അങ്ങനത്തെ രണ്ടാമത്തെ കാര്യം, ജോസഫും പുതുശ്ശേരിക്കേറ്റ ഒരു കനത്ത തിരിച്ചടി കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. ആ സമയത്താണ് PJ കുര്യൻ 14-15 ദിവസത്തോളം ജോസഫും പുതുശ്ശേരി സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായി നിലയുറപ്പിച്ചു. അതും കേരള കോൺഗ്രസിനെ വല്ലാതെ ബാധിച്ചു. ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ടും അസ്വസ്ഥമാണ് കേരള കോൺഗ്രസ്സുകാർ. പക്ഷേ KM മാണിയുടെ ഈ അസ്വസ്ഥതയോട് PJ ജോസഫ് പങ്കുചേരുമോ?
അതൊക്കെ കേരള ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ വി വി രാജേഷിന് പോകണം. അതുകൊണ്ടാണ് ശ്രീ വി വി രാജേഷ്, കേരള കോൺഗ്രസിൽ ഉടലെടുക്കുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം ജോസ് കെ മാണിയുടെ മന്ത്രിസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സ്ഥാനം നൽകണമെങ്കിൽ ഇനി NDAക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അല്ല, ഇപ്പോൾ അതിൻ്റെ ഒന്നും സാധ്യതകളില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ചർച്ചകളും നടന്നിട്ടില്ല. ഇനി കേരളത്തിൽ നിന്നും MP ഉള്ള ഒരു പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേരുന്നു എന്നിരിക്കട്ടെ, അതിപ്പോൾ കേരള കോൺഗ്രസ് തന്നെ ആവണമെന്നില്ല, ഏതൊരു പാർട്ടി ആയാലും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചർച്ചകൾ വരുന്ന സാധ്യത BJP ആ സാധ്യതയും ആ വാതിലും BJP കൊട്ടിയടയ്ക്കുന്നില്ല. ഒരു ജനങ്ങളുടെ അംഗീകാരം നേടി വിജയിച്ചു വന്ന ഒരു MP ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി കൂടെ? ഇപ്പോൾ ശ്രീ PC തോമസ് വിജയിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല ആദ്യം അദ്ദേഹം വിജയിച്ചു വന്നത്. എന്നാൽ അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയിയുമായിട്ട് BJPയുമായി ചേർന്ന് ഞങ്ങളുടെ മുന്നണി സംവിധാനത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോഴേക്കും ഞങ്ങൾ മറ്റൊന്നും പരിഗണിച്ചില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം പാർട്ടി കൊടുത്തു. അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അടുത്ത തവണ അദ്ദേഹം MP ആയി കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗവുമായി. അങ്ങനെയുള്ള സാധ്യതകൾ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വം അങ്ങനെയുള്ള സാധ്യതകളും പരിശോധിക്കും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയും നടന്നില്ല. അങ്ങനെ അതിന് യാതൊരു ആന്റണി രാജു, ഇപ്പോൾ KM മാണി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ NDAയുമായി ചർച്ച നടത്തുമെന്നും BJPയുമായി സഖ്യമുണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറത്തു വന്നത്. ഇക്കാര്യം സത്യമായി കാണുവാൻ സ്വാഭാവികമായും താങ്കളെ പോലുള്ള നേതാക്കൾ ശ്രമിക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. പക്ഷേ KM മാണിയുടെ ഇപ്പോഴത്തെ നില വെച്ച് നോക്കിയാൽ ഇപ്പോൾ വിജിലൻസ് കേസ് തീർന്നിട്ടില്ല. അപ്പോൾ NDAയുമായി അടുക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് LDFുമായി അടുക്കുവാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പ്രത്യേക ബ്ലോക്കായി ഇരുന്നു കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് NDA തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. അല്ലെങ്കിൽ NDAയിലേക്ക് പോകുന്നതിനേക്കാൾ ആത്മഹത്യാപരമായ തീരുമാനം അല്ലാതിരിക്കുന്നത് LDFുമായുള്ള കൂട്ടുചേരലാണ്. മഞ്ജുഷേ, ഞാൻ അതിനുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറയാം. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി അങ്ങ് തുടങ്ങിയത് അതിലാണല്ലോ. ഉമ്മൻചാണ്ടി സമവായത്തിലേക്ക് KM മാണിയുമായി സമവായത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? രണ്ട് കാരണങ്ങളാണ്. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞൊരു കാരണമുണ്ട്, അതിനുമ്പ് ഞാൻ പറയാം. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെയാണ്, ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ചുകൊണ്ടാണ് യൂത്ത് ഫ്രണ്ടുകാരെ കൊണ്ട് മാണി സാറ് ഹൈക്കമാൻഡിന് കത്ത് കൊടുത്തതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട് ഗൂഢാലോചനയിൽ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുക? KM മാണി നമ്പർ 1. രണ്ടാമത്, ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ല, ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിയാണ്. ഇന്നലെ ഉമ്മൻചാണ്ടി ചെന്നപ്പോൾ മാണി സാറിനോടൊപ്പം ചർച്ചയ്ക്ക് പങ്കെടുത്തത് PJ ജോസഫ് സാറില്ല. അതേസമയം മാണി സാറും ജോസ് കെ മാണിയുമാണ് ചർച്ച നടത്തുന്നത്. പക്ഷേ നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ജോസ് കെ മാണിയുടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് അയച്ച് ആ മന്ത്രിസ്ഥാനം തട്ടിത്തെറിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നുള്ള ആക്ഷേപം മാണി ഗ്രൂപ്പിന് അന്നുണ്ട്. ഞാനെന്നാ മാണി ഗ്രൂപ്പിനകത്തുണ്ട്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താ? ഇതിനകത്ത് 4 രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, കോൺഗ്രസുമായി വിട പറയണം. കാരണം കോൺഗ്രസ് വഞ്ചിച്ചു, ചതിച്ചു, ജോസ് കെ മാണിയെ മന്ത്രിയാക്കാൻ സഹായിച്ചില്ല, ഇരട്ട നീതി നടത്തി, മാണിയെ കേസിൽപ്പെടുത്തി. എന്നാൽ നമ്മൾ കോൺഗ്രസുമായിട്ടൊരു കാലത്ത് ഒരു ധാരണ വെച്ചാലും നമുക്കിപ്പോൾ ഈ ബന്ധം തുടരുന്നത് അവസാനിപ്പിക്കണമെന്ന് ഒരു വിഭാഗം പറയുന്നത് ജോസ് കെ മാണിയെ മന്ത്രിയാക്കി NDAയിലേക്ക് പോകണം, ഒരു വിഭാഗം പറയുന്നത് LDFിലേക്ക് പോകണം, ഒരു വിഭാഗം പറയുന്നത് കോൺഗ്രസുമായിട്ട് തന്നെ തുടരണം. മാണി സാർ എടുത്തിരിക്കുന്ന നിലപാട് ഞാൻ MLA മാരുമായി പങ്കുവെച്ചത് ഞാൻ അറിഞ്ഞ കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞത് MLA മാരോട് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ കോൺഗ്രസുമായിട്ട് വിട പറയാം, ഇനി പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോഴല്ലേ തിരഞ്ഞെടുപ്പുള്ളൂ, അന്ന് നമുക്ക് മറ്റ് സാധ്യതകളൊന്നുമില്ലെങ്കിൽ നമുക്ക് കോൺഗ്രസുമായി തിരിച്ചു പോകാം. പണ്ട് മുസ്ലിം ലീഗ് പിണങ്ങിപ്പോയി തിരിച്ചു വന്നതുപോലെ കോൺഗ്രസുമായി തന്നെ UDFിലേക്ക് പോകാം. ഒരു വിഭാഗത്തോട് പറയാം നമുക്ക് LDFിൽ സാധ്യതകളുണ്ട്, നമുക്കത് പരിശോധിക്കാം. ഇനി കേന്ദ്രമന്ത്രിയായിട്ട് ജോസ് കെ മാണിയെ അവരോധിച്ചുകൊണ്ട് NDAയിലേക്ക് പോകണമെന്ന് പറയുന്ന പ്രബല വിഭാഗത്തോട് പറയുന്നത് നമുക്ക് PJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവരെ കൂട്ടി വരണമെങ്കിൽ ആദ്യം നമ്മൾ കോൺഗ്രസുമായി തെറ്റി പ്രത്യേക ബ്ലോക്കാകണം. PJ ജോസഫ് സാറിനോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ NDAയിലേക്കുമല്ല LDFിലേക്കുമല്ല, നമുക്ക് കോൺഗ്രസുമായൊരു ബാർഗൈനിങ് കൂട്ടാൻ നമുക്ക് ആദ്യം സെപ്പറേറ്റ് ബ്ലോക്ക് ആകാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ വീണ്ടും കോൺഗ്രസിലേക്ക്. ഇതാണ് സാധ്യതകളിൽ ഒന്നും സംഭവിക്കും. 4 സാധ്യതകൾ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. കാരണം ഇത് പിന്നെ പ്രത്യേക ബ്ലോക്കാകാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ എല്ലാ PJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവരെ കിട്ടാൻ അത്ര എളുപ്പമല്ല എന്ന് ബോധ്യം വന്നാൽ യുക്തമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ KM മാണിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ചരൽക്കുന്ന് യോഗം പഴയതുപോലെ പിരിയാനാണ് സാധ്യത. UDF യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും KM മാണി.
അപ്പോൾ അതിനാണ് സാധ്യത. കാരണം ഇത് പാർട്ടിക്കകത്ത് ഈ നാലിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോയാൽ ഒരു പിളർപ്പില്ലാതെ ഐക്യത്തോടെ തീരുമാനമെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പി ജെ ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിട്ടുകൊണ്ട് ഒരു കോൺഗ്രസ് വിട പറഞ്ഞ് മാറി നിൽക്കുക എന്ന് പറയുന്നത് പി ജെ ജോസഫ് സാറിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും കൂട്ടി നിർത്തി എന്നാൽ തൽക്കാലത്തേക്ക് അവരോട് താൽക്കാലികമായി വിട പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാം, ബാർഗൈൻ ചെയ്ത് മടങ്ങി വരാമെന്നുള്ളൊരു ഉറപ്പ് പി ജെ സാറിന് കിട്ടിയാൽ ചിലപ്പോൾ ആ കെണിയിൽ ചിലപ്പോൾ പി ജെ സാർ വീണാൽ മാത്രമേ ഒന്നിച്ചൊരു ബ്ലോക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരു കാരണവശാൽ പി ജെ ജോസഫ് ആയിരിക്കും കോൺഗ്രസിന്റെ രക്ഷകനായിട്ട് വരിക. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ ഉറപ്പിച്ചു നിർത്താൻ. അല്ല, ആന്റണി രാജു വളരെ കലാപരമായി ചില ഭാവനകൾ ഇവിടെ ആ പാർട്ടിയിലെ കാര്യമെല്ലാം അറിയാവുന്ന ആളാണ്. ആ ഭാവനയിലെ 4 സാധ്യതകളാണ് അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, മാണി സാർ UDF-ൽ തുടരും എന്നാണ്. അപ്പം അതാണ് എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ശ്രീ KM മാണിക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF വിട്ട് മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്ന അതാത് പാർട്ടികളല്ലേ. ശ്രീ KM മാണിയെ കേരള കോൺഗ്രസിൻ്റെ MLA-മാരല്ലേ അതിൻ്റെ നേതാവാക്കിയത്? ശ്രീ PJ ജോസഫ് മോശക്കാരാണോ? അപ്പോൾ KM മാണി അതിൻ്റെ നേതാവായി വന്നത് അതിൽ MLA-മാർ തിരഞ്ഞെടുത്തിട്ടാണ്. അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് വക്താക്കളുടെ സാന്നിധ്യത്തിൽ കൂടിയിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തലയെ കേരളത്തിലെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ആരാണോ അദ്ദേഹമാണ് കോൺഗ്രസ് ആണ് UDF-ന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി രമേശ് ചെന്നിത്തല താമസിക്കുന്ന ഈശ്വര വിലാസം റോഡ് അപ്പുറമാണ്. ഈ കന്റോൺമെന്റ് ഹൗസ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായതിലുള്ള കയറില്ലെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഭാവനയാണ്. കാരണം ഇനി നടക്കാൻ പോകുന്ന സകല യോഗങ്ങളും കന്റോൺമെന്റ് ഹൗസിൽ നടക്കും. അവിടെ ഈ UDF-ൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ പങ്കെടുക്കേണ്ടി വരും. അല്ലാതെ UDF-ന് പുറത്തു പോകുന്ന ആളുകൾക്ക് ഒരിക്കലും കന്റോൺമെന്റ് ഹൗസിലേക്ക് വരേണ്ടി വരില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഭാവനകൾ മാത്രമാണ്. എന്തായാലും ഒരു കാര്യം മഞ്ജുഷ ഞാൻ പറയാം, 6-ാം തീയതിക്ക് ഇനി വലിയ ദിവസമൊന്നും ഇല്ല. ഓഗസ്റ്റ് 1 6 ദിവസം കൂടി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയതിലല്ല KM മാണിയുടെ പരിഭവം, UDF ചെയർമാൻ ആയതിലാണ്. അത് KM മാണിയോട് ആലോചിക്കാതെയാണ് ചെയ്തതെന്ന് അദ്ദേഹം ഇപ്പോൾ പലതവണ പറയുകയുണ്ടായി. അല്ല, ഇതിനൊക്കെ ചില പ്രീസിഡന്റ് ഉണ്ടല്ലോ. കേരളത്തിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ല. ഈവൻ രമേശ് ചെന്നിത്തല ഈ UDF-ന്റെ ചെയർമാൻ സ്ഥാനം തനിക്ക് ആവശ്യമില്ലെന്ന് നിരവധി പ്രാവശ്യം പറഞ്ഞതാണ്. കാരണം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു സ്ഥാനവുമില്ലാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായി ശ്രീ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ UDF-ന്റെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം വഹിക്കട്ടെ എന്ന് പറഞ്ഞതല്ലേ, അദ്ദേഹം സ്വീകരിച്ചില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം സ്വീകരിക്കാതെ വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ആ സ്ഥാനം സ്വീകരിച്ച് ഹൈക്കമാൻഡ് പറയുകയും ചെയ്തു രമേശ് ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് അത് ഏറ്റെടുത്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചില പ്രശ്നങ്ങൾ കേരള കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഇതുമായിട്ടുണ്ട്. എന്താണത്? ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉണ്ടാകും. എന്താണ് പ്രശ്നം? അല്ല, പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം ഉന്നയിക്കുന്നവരല്ലേ പറയേണ്ടത് പ്രശ്നം എന്താണെന്ന്. ഞാൻ ചോദിച്ചത് പ്രശ്നമുണ്ട് എന്ന് പറയുന്നു, ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞങ്ങൾക്കാർക്കും കേൾക്കാനോ വായിക്കാനോ ഉള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ ഇത് പുറത്തു വന്നാൽ അതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാം. കാരണം ഈ രാജ്യത്ത് ജുഡീഷ്യൽ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ലേ, പിന്നാണോ ഒരു പാർട്ടിയുടെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഇനി അത്ര വലിയ പ്രസക്തിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വലിയ കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിലെ പല ഘട്ടങ്ങളിലായിട്ട് KM മാണി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതിനേക്കാളും വലിയ കാര്യങ്ങൾ ആ റിപ്പോർട്ടിനകത്ത് ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം.